Hello, welcome to Market Discussion of the Day. Today, April 20th, 2026, Monday ആണ്, പുതിയൊരു വീക്കാണ്. സോ ഒരു പുതിയൊരു വീക്കിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന പുതിയ ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്കാണ് ക്ലാസ് നടക്കുന്നത്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. 7 ദിവസത്തെ കോഴ്സാണ്. കംപ്ലീറ്റ്ലി ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അഡ്വാൻസ് ലെവൽ കോഴ്സൊന്നും അല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും കൂടുതൽ ഇത് ഉപകാരപ്പെടുന്നത്. അതേപോലെ 8:30 മണിക്ക് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ 7 ദിവസവും കയറാൻ പറ്റും എന്നുറപ്പുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക എന്നുള്ളതിൻ്റെ ഒരു റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്കറിയാം, നമുക്ക് ഇന്നലെ വെള്ളിയാഴ്ച ഗോൾഡ് 4831 അവസാനിച്ച ഗോൾഡ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 4774 സോ അതൊരു വലിയൊരു ഗ്യാപ്പ് ഡൗണിലാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൊരു കാര്യം നമുക്ക് കാണാം. സോ അതിൻ്റെ റീസൺ എന്താണ്? വേൾഡിൽ നടക്കുന്ന അൺസർട്ടനിറ്റിയാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് US-ഉം നമ്മളുടെ ഇറാനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് തന്നെയാണ് അല്ലേ. സോ ഒരു ബ്ലോക്കേഡ് ടെൻഷൻ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൽ ഉണ്ടായിട്ടുള്ള ബ്ലോക്കേഡ് അല്ലെങ്കിൽ ഷിപ്പുകൾ അല്ലെങ്കിൽ വെസൽസ് അങ്ങോട്ടോ ഇങ്ങോട്ടും കയറ്റി വിടാത്തൊരു സിറ്റുവേഷനിൽ നിന്ന് US കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ US നേവി ഇടപെട്ട് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിലുള്ള കപ്പലുകളെല്ലാം കയറ്റി വിടുന്നു എന്നൊക്കെയുള്ള ന്യൂസ് വന്നെങ്കിലും നമുക്കറിയാം ഒരു ദിവസം 140 വെസൽസ് കടന്നു പോകേണ്ടടുത്ത് 5 വെസൽസ് മാത്രമാണ് പോയിക്കൊണ്ടിരുന്നത് അല്ലേ. സോ ബേസിക്കലി അത് കഴിഞ്ഞ ഈ വീക്കെൻഡിൽ ആക്ച്വലി ഇറാനിയൻ ഫ്ലാഗ്ഡ് വെസൽ സീസ് ചെയ്തു, US നേവി സീസ് ചെയ്തിട്ടുള്ളൊരു ന്യൂസുകൾ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു സെക്കൻഡ് ലെവൽ ഓഫ് പീസ് ടോക്ക് പാകിസ്ഥാനിൽ വെച്ചിട്ട് US-ഉം ഇറാനും വെച്ച് നടക്കാൻ പോവുകയാണ് എന്നുള്ള ന്യൂസുകളും നമ്മൾ കേട്ടു അല്ലേ. സോ ഇതൊക്കെ വീക്കെൻഡിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇതൊക്കെ വെച്ചിട്ട് കൂട്ടിക്കിഴിച്ചിട്ട് വേണം നമുക്ക് ഇന്നൊരു പർട്ടിക്കുലർ കാര്യമാണ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടായതെന്ന് നമുക്ക് പറയാറായിട്ടില്ല. ഓക്കെ, സോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചിന്തിക്കാം, അല്ലെങ്കിൽ എക്കണോമിക് അപ്ഡേറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എനർജി ക്രൈസിസ്, അതായത് ഓയിലിൻ്റെ പ്രൈസ് വീണ്ടും കൂടുന്നു. സോ ഓയിലിൻ്റെ പ്രൈസ് വീണ്ടും കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് കൊണ്ടുവരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ പറ്റാത്ത ഒരു ഓയിൽ പ്രൈസ് കൂടുന്നത് കൊണ്ടിട്ട് തന്നെ ഇൻഫ്ലേഷൻ കൂടുന്നത് കൊണ്ടിട്ട് തന്നെ നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് കൊണ്ടുപോകുന്നത് വെച്ചിട്ട് ഒരിക്കലും നമ്മളുടെ ഗോൾഡിൻ്റെ പ്രൈസ് കുറയുന്നു എന്നുള്ളൊരു കാര്യം വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, സോ ബേസിക്കലി ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് US ഡോളറിൻ്റെ വാല്യൂ കൂടുന്നു. US ഡോളറിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ XAUSD ഗോൾഡിൻ്റെ പ്രൈസ് കുറഞ്ഞു. സോ ഇങ്ങനെയും നമുക്ക് അനുമാനിക്കാം ഈ ഒരു ഗ്യാപ്പ് ഡൗൺ ഉണ്ടായതിനെ പറ്റി. ഓക്കെ, സോ ബേസിക്കലി ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളുടെ വേൾഡിൽ നടക്കുന്നത്. അതുകൊണ്ടിട്ട് തന്നെ ഈ വീക്കെൻഡ് കഴിഞ്ഞിട്ടുള്ള മൺഡേ എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ US സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. മാർക്കറ്റ് നല്ല രീതിയിലുള്ള വോളറ്റാലിറ്റി കാണിക്കാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ ഇന്ന് പ്രത്യേകിച്ച് ഫോറക്സ് ഫാക്ടറി എടുത്തു കഴിഞ്ഞാൽ ഇന്ന് പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും തന്നെ നമുക്ക് US ടൈമിങ്ങിലില്ല. ഓക്കെ, എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഇന്ന് മാർക്കറ്റ് കത്താനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. US സെഷൻ്റെ സമയത്ത്. ഓക്കെ, സോ നാളത്തെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നാളെ നമുക്ക് 11:30 ക്ലെമൻ കൗണ്ട് ചേഞ്ച് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ് നമ്മുടെ GBP USD-യിൽ നിന്ന്. GBP ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ച് പോകേണ്ട ഒരു സമയം തന്നെയാണ്. നമ്മുടെ US-ൽ നിന്നൊക്കെ വരുന്ന ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം പോലത്തുള്ളൊരു ന്യൂസാണ് ഈ പറയുന്ന ക്ലെമൻ കൗണ്ട് ചേഞ്ച്. ഓക്കെ, സോ അതേപോലെ തന്നെ നമുക്ക് നാളെ റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വരുന്നുണ്ട് 6 മണിക്ക്. സോ 5:30 മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഈ ആഴ്ചത്തെ റീറ്റെയിൽ സെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. സോ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെൻഡിങ് ഹോം സെയിൽസിൻ്റെ ന്യൂസ് ഉണ്ട്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണുന്ന ന്യൂസുകൾ കൂടെയാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഏപ്രിൽ 22 നോക്കുകയാണെങ്കിൽ വീണ്ടും CPIയുടെ ന്യൂസ് വരുന്നുണ്ട്. GBP 11:30 മണിക്കാണ് ഇന്ത്യൻ ടൈമിങ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ന്യൂസ് വരുന്നുണ്ട്. രാത്രി 8 മണിക്കാണ് അത് വരുന്നത്. സോ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഈ ഒരു സാഹചര്യത്തിൽ. ഓക്കെ, സോ വ്യാഴാഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വ്യാഴാഴ്ച
ജപ്പാനിൽ നിന്ന് രാവിലെ ഫ്ലാഷ് മാനുഫാക്ചറിങ് PMIയുടെ ന്യൂസ് വരുന്നുണ്ട്. യൂറോസോണിൽ നിന്ന് 12:45 ന്യൂസ് വരുന്നുണ്ട്. 11:00 UK നിന്ന് ന്യൂസ് വരുന്നുണ്ട്. പബ്ലിക് സെക്ടർ നെറ്റ് ബോറോയിങ്ങിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, സോ 2 മണിക്ക് 2 ന്യൂസ് GBP എന്ന് വരുന്നുണ്ട്. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, രാത്രി 6 മണിക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിം, നമ്മുടെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം 6 മണിക്ക് വരുന്നുണ്ട്. 7:15 US നിന്ന് 2-3 ന്യൂസുകൾ മേജറായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ വ്യാഴാഴ്ചയും ഇതൊന്നും ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ഡയറക്ഷണൽ ചേഞ്ച് ഉണ്ടാക്കുന്ന ന്യൂസൊന്നും അല്ലെങ്കിലും ഉറപ്പായിട്ടും ഒരു ചാഞ്ചാട്ടം ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലായിട്ടുള്ളൊരു ന്യൂസാണ്. അതേപോലെ 11:30 മണിക്ക് വെള്ളിയാഴ്ച നമുക്ക് വീണ്ടും UK എന്ന് റീറ്റെയിൽ സെയിൽസ് വരുന്നുണ്ട്. അത് ഡയറക്റ്റ്ലി GBP USDനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ഇതൊന്നും ഗോൾഡ് എന്താ പറയുക, ഒരുപാട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ ഇല്ലെങ്കിലും എല്ലാ ദിവസവും ചെറിയ രീതിയിലെങ്കിലും ഒരു എന്താ പറയുക, ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു വലിയൊരു മാസീവ് ഒരു സിംഗിൾ ക്യാൻഡിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഇമ്പോർട്ടൻസിലുള്ള ന്യൂസുകളുണ്ട്. അത് ബേസിക്കലി എല്ലാത്തിനകത്തു നിന്ന് ന്യൂസുണ്ട്. എക്സെപ്റ്റ് USD JPY, GBPയിൽ നിന്ന് യൂറോയിൽ നിന്ന് ന്യൂസ് വരുന്നുണ്ട്. പിന്നീട് ഉറപ്പായിട്ടും US ഡോളറിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗോൾഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ന്യൂസുകളും ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ടിട്ട് തന്നെ എൻ്റെ റെക്കമെൻഡേഷൻ US സെഷനകത്ത് ട്രേഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പല ആൾക്കാരും എൻ്റെ അടുത്ത് ഞാൻ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞ ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റെഗുലേഷൻസും, ഇപ്പം നമുക്ക് ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളൊരു ഫോറക്സ് ട്രേഡിംഗ് കമ്പനി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഫ്രോഡ് കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഓക്കെ, സോ നമ്മൾ നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട അതിൻ്റെ റെഗുലേഷൻസ് ആണ്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് CMAയുടെ റെഗുലേഷൻ ഉണ്ട്, UAE ബേസ് ചെയ്തിട്ടുള്ള, ASIC ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള, FSCയുടെ റെഗുലേഷൻ, അങ്ങനെ ഒരുപാട് റെഗുലേഷൻസ് ഉള്ള ഒരു ബ്രോക്കറാണ്. അതിൻ്റെ കൂടെ തന്നെ $100,000 വരെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ബ്രോക്കറാണ്. ഓക്കെ, സ്പോൺസർഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ UAE ടീമിനെ സ്പോൺസർ ചെയ്തൊരു കമ്പനിയാണ് നമ്മുടെ ഈ എന്താ പറയുക സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ കമ്പനി എന്താ പറയുക NBA സ്പോൺസേഴ്സാണ്. ഓക്കെ, സോ ഡെപ്പോസിറ്റ് ബോണസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ. ഡെപ്പോസിറ്റ് ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ ക്ലൈൻസ് ആണെങ്കിൽ ആദ്യത്തെ $1,000 100% ബോണസും, ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ക്ലൈൻസ് ആണെങ്കിൽ ആദ്യത്തെ $500 50% ബോണസാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിന് 20% ബോണസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതുമുണ്ട്. ഓക്കെ, സോ ബേസിക്കലി ഇന്നത്തെ നമുക്ക് നമ്മളുടെ ടെക്നിക്കൽ റേഞ്ചിലോട്ട് പോവാം, ടെക്നിക്കൽ ഓപ്പർച്യൂണിറ്റീസിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് USD JPYയിലോട്ട് തന്നെ പോവാം. USD JPYയിലോട്ട് തന്നെ പോവാം. USD JPY ഇന്ന് ചെറുതായിട്ട് ഒരു ഗ്യാപ്പ് അപ്പിൽ 158.61 സ്റ്റാർട്ട് ചെയ്ത USD JPY അവസാനിച്ച USD JPY 158.8, 20 പിപ്പിൻ്റെ അപ് ട്രെൻഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സോ ബേസിക്കലി ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റ് 158.936 നിൽക്കുന്നു. ഓക്കെ, സോ ബേസിക്കലി ഈ USD JPY അപ് ട്രെൻഡാണ് അല്ലെങ്കിൽ ബുള്ളിഷാണ് മാർക്കറ്റ്. സോ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് മാർക്കറ്റ് ഒരു ബാക്കിലോട്ട് വരുമ്പോൾ അവിടുന്ന് ഒരു ബൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് 158.60 അല്ലെങ്കിൽ 158.50 അവിടെ നിന്നുള്ളൊരു ബൈ എൻട്രി ആണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള USD JPYയിലുള്ള ഓപ്പർച്യൂണിറ്റി. 158.50 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 157.70 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളൊരു കാര്യം നിർബന്ധമായിട്ടും പാലിച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, സോ ഇന്നത്തെ USD JPYയുടെ റേഞ്ച് എന്ന് പറയുന്നത് 158.20 to 159.90 ഇന്ന് എക്സ്പെക്റ്റഡ് റേഞ്ച് എന്ന് പറയുന്നത്. സോ ഈ ഒരു റേഞ്ചിന് US സെഷന് ശേഷം ഞാൻ യാതൊരു എന്താ പറയുക US സെഷന് ശേഷം ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. ഓക്കെ, എന്ത് വേണമെങ്കിലും സംഭവിക്കാം US സെഷന്, കാരണം ന്യൂസുകളുണ്ട്. അതേപോലെ തന്നെ ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് ഒരുപാട് പൊളിറ്റിക്കൽ ന്യൂസുകളൊക്കെ വരുന്ന സമയമാണ്. അതുകൊണ്ടിട്ട് ഞാൻ വെറുതെ പറഞ്ഞിട്ട് അത് ശരിയാവാതിരിക്കേണ്ട. ഓക്കെ, സോ നമുക്ക് ഇതാണ് എനിക്ക് USD JPYയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ GBP USDയിലോട്ട് പോവാം. GBP USDയിലോട്ട് പോവാം.
GBP/USD ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.34889 സോ ഇന്നത്തെ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 1.3410 to 1.3540 വരെയാണ് ഇന്നത്തെ റേഞ്ച് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ബേസിക്കലി ബെയറിഷ് ആണ് മാർക്കറ്റ്. ബെയറിഷ് ആയതുകൊണ്ടിട്ട് തന്നെ വീണ്ടും നമുക്ക് 1.3500 അടുത്തൊക്കെ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. 1.3500 അവിടെ സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ 1.354 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം. അത് നിർബന്ധമായിട്ട് ഇടണം. ഓക്കെ, ടേക്ക് പ്രോഫിറ്റ് നമുക്ക് 1.3415 ഒക്കെ അടുത്തായിട്ട് നമുക്ക് TPയും വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മൾ EUR/USD വരാം. EUR/USD വരുമ്പോൾ കറൻ്റ്ലി EUR/USD 1.17510 നിൽക്കുന്നു. ഓക്കെ, നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി ബെയറിഷാണ് മാർക്കറ്റ്, സെല്ലാണ് ഓപ്പർച്യൂണിറ്റി. 1.1760 അവിടുന്ന് സെല്ല് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് 1.1810 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ്. ടേക്ക് പ്രോഫിറ്റ് 1.1690. ഇന്നത്തെ എക്സ്പെക്റ്റഡ് റേഞ്ച് വന്നിട്ട് 1.1760 to 1.1690 ആണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരാം. ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് ആക്ച്വലി ഇന്നത്തെ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഗോൾഡിൻ്റെ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 4760 ഗോൾഡിൻ്റെ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 4760 to 4820 വരെയാണ് ഇന്നത്തെ എക്സ്പെക്റ്റഡ് റേഞ്ച് എന്ന് പറയുന്നത് ഗോൾഡിൽ ബിഫോർ US സെഷൻ. ഓക്കെ, സോ നമുക്ക് ഗോൾഡിനകത്ത് ആക്ച്വലി ഒരു ബെയറിഷ് ആണ് ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടിട്ട് തന്നെ സെലൻട്രിയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ സെലൻട്രി എന്ന് പറയുമ്പോൾ 4000 വെറുതെ എടുക്കുന്നതല്ല, 4810 മുകളിലായിട്ട് പോകാതെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സെല്ലെടുത്ത് മുന്നോട്ട് പോകാം. അങ്ങനെയാണ് എങ്കിൽ 4805 to 4810 അവിടെ എൻട്രി. സ്റ്റോപ്പ് ലോസ് 4825 മുകളിൽ. ടേക്ക് പ്രോഫിറ്റ് 4770 എന്ന് പറയുന്നത് നമുക്ക് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ള കാര്യം ഹൈ ഇമ്പോർട്ടൻ്റ് ഡേ ആയതുകൊണ്ടിട്ട് തന്നെ വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് ഉറപ്പായിട്ടും US സെഷനിൽ ഉണ്ടാവും. സോ US സെഷന് മുന്നേ ആയിട്ട് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഈ പറയുന്ന റേഞ്ചുകളെല്ലാം US സെഷൻ വരെ മാത്രമാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതിനുശേഷം ഇത് വർക്കാവുമെന്ന് പോലും എനിക്കറിയില്ല. ഓക്കെ, സോ സപ്പോസ് നിങ്ങൾ എവിടെയെങ്കിലും ട്രേഡ് എടുത്ത് സ്റ്റക്കായിട്ടുണ്ട് എങ്കിൽ US സെഷന് മുന്നേ ആയിട്ട് ഇറങ്ങാൻ പറ്റിയില്ല എങ്കിൽ ഉറപ്പായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ട്രേഡ് ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.